ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ സുധാകരൻ നായർ പുനലൂർ. ഞാൻ കഴിഞ്ഞ കുറേ നാളുകളായി വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ പലതരത്തിലുള്ള വീഡിയോസ് ഇട്ടുണ്ട്. ആദ്യം ഞാൻ ഹെൽത്ത് വിഷയം, അതായത് ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളെ അധികരിച്ച് 256 വീഡിയോസ് ഇട്ടിട്ടുണ്ട്. മിക്കവാറും നമ്മൾ സാധാരണ കാണപ്പെടുന്ന എല്ലാ രോഗങ്ങളെക്കുറിച്ചും യഥാർത്ഥമായ ചില കാര്യങ്ങൾ ഞാൻ ഇട്ടിട്ടുണ്ട്. നമ്മുടെ ആരോഗ്യ പ്രവർത്തകർക്കും മറ്റ് രാജ്യങ്ങളിൽ നിന്ന് പഠിച്ച് പാസ്സായി വരുന്ന കുട്ടികൾക്കും MBBS വിദ്യാർത്ഥികൾക്കും നമ്മുടെ ഹെൽത്ത് സ്റ്റാഫിനും പൊതുജനങ്ങൾക്കും പ്രയോജനപ്പെടുന്ന രീതിയിൽ 256 വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ കുറേ നാൾ നിർത്തിവെച്ചു. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് സബ്ജക്റ്റ് കിട്ടാത്തതുകൊണ്ട് പുരാണങ്ങളെ പറ്റിയിട്ടാണെന്ന് വിചാരിച്ചു. ഇപ്പം രാമായണം, ഭാഗവതം, മഹാഭാരതം, മറ്റ് ഉപനിഷത്തുകളെ പറ്റിയുള്ള കഥകളൊക്കെ 250 വീഡിയോസ് ഉണ്ട്. അപ്പോഴെൻ്റെ സ്റ്റോക്ക് തീർന്നു. അതുകൊണ്ട് ഞാൻ വിചാരിച്ചിട്ട് കുറച്ച് കാലം നിർത്തിവെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ ഒരു സഹപ്രവർത്തനായ ഒരു ഡോക്ടർ എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് 10-28 കൊല്ലം ഗവൺമെൻറ് സർവീസും ഉണ്ട്, 10-20 കൊല്ലം പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ എക്സ്പീരിയൻസ് ഉണ്ട്. അതിനെപ്പറ്റി നിങ്ങളുടെ ഒരു സർവീസ് സ്റ്റോറി ഇട്ടാൽ നല്ലതായിരിക്കും. ഞാൻ കുറേ നാളായി പറഞ്ഞിട്ട്. അപ്പോൾ ഇന്ന് ഓഗസ്റ്റ് 1, 2024. അപ്പം ഞാൻ വിചാരിച്ചു, ഇന്ന് ഞാൻ എൻ്റെ പ്രാക്ടീസ് തുടങ്ങിയിട്ട് 51 വർഷമായി, 51 ഇയേഴ്സായി. 1973 ഓഗസ്റ്റ് 1 ഞാൻ ആദ്യമായി ഇൻഡിപെൻഡൻ്റായിട്ട് പേഷ്യൻറ്റിനെ നോക്കി തുടങ്ങിയത്. അതായത് 1973 ജൂലൈ അവസാനമായപ്പോൾ എൻ്റെ ഹൗസ് സർജൻസി പൂർത്തിയായി. 1973 ഓഗസ്റ്റ് 1 തൊട്ടാണ് ഞാൻ പേഷ്യൻസിനെ നോക്കുന്നത്. 1973 ഓഗസ്റ്റ് 8 ഞാനൊരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ വിലയ്ക്ക് വാങ്ങിച്ച് അതിൻ്റെ ഉദ്ഘാടനം നടത്തിപ്പിച്ചു. അന്നത്തെ ഹെൽത്ത് മിനിസ്റ്ററായിരുന്ന NK ബാലകൃഷ്ണൻ, അദ്ദേഹം PSP ആണ്, അദ്ദേഹം പാലക്കാട്ടുള്ള MLA ആയിരുന്നു, അദ്ദേഹമായിരുന്നു ഹെൽത്ത് മിനിസ്റ്റർ. അദ്ദേഹമാണ് ഉദ്ഘാടനം ചെയ്തത്. ഡോക്ടർ KV കൃഷ്ണദാസ്, നമ്മുടെ മെഡിസിൻ്റെ പ്രൊഫസറും ടെക്സ്റ്റ് ബുക്ക് ഓഫ് മെഡിസിൻ്റെ ആധാരമായ KV കൃഷ്ണദാസ്, വേറെ പ്രഗത്ഭ വ്യക്തികളൊക്കെയാണ് അന്ന് ഉദ്ഘാടനത്തിൽ പങ്കെടുത്തത്. അപ്പോൾ 1973 ഓഗസ്റ്റ് തൊട്ട് ഞാൻ ഇൻഡിപെൻഡൻ്റായിട്ട് രോഗികളെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. 28 വർഷം ഞാൻ ഗവൺമെൻറ് സർവീസിൽ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് 2004 ഞാൻ പെൻഷനായത്. 2004 തൊട്ട് ഇതുവരെയും ഇന്ന് വരെയും ഞാൻ പ്രണവം ഹോസ്പിറ്റൽ പുനലൂർ എന്ന് പറയുന്ന സ്ഥാപനത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 51 വർഷത്തിനിടയിൽ എന്നെപ്പറ്റി ഒരു പേഷ്യൻ്റ് പോലും ഒരു കംപ്ലയിൻറ്റ് കൊടുത്തിട്ടില്ല. എൻ്റെ പേരിൽ ലിറ്റിഗേഷനൊന്നുമില്ല, കോമ്പൻസേഷനൊന്നും ആർക്കും കൊടുക്കേണ്ടി വന്നിട്ടില്ല. അങ്ങനെയുള്ളൊരു ചാരിതാർത്ഥ്യമുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചെങ്കിൽ എൻ്റെ സർവീസ് സ്റ്റോറി പുതിയ ഡോക്ടർമാർക്കും പഴയ ഡോക്ടർമാർക്കും പ്രയോജനപ്പെടും, അല്ലെങ്കിൽ ഹെൽത്ത് സർവീസുമായി ബന്ധപ്പെട്ട ആളുകൾക്കും പ്രയോജനപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഞാൻ എൻ്റെ സർവീസ് സ്റ്റോറി ഇന്ന് തൊട്ട് തുടങ്ങുകയാണ്. മിക്കവാറും എല്ലാ ദിവസവും ഞാൻ ഇടാം. ഞാൻ ആദ്യമായി ഗവൺമെൻറ് സർവീസിൽ പ്രവേശിച്ചത് 1976 ഒക്ടോബർ 4 20/10/1949 എൻ്റെ എൻട്രി ഇൻ ഗവൺമെൻറ് സർവീസ്. 4/10/1976, 20/10/1949 എൻ്റെ ഡേറ്റ് ഓഫ് ബർത്താണ്. ഒക്ടോബർ, നമ്മൾ ഈ ഡേറ്റ് ഓഫ് ബർത്തുള്ള ആ ഒക്ടോബർ എനിക്ക് ഒരുപാട് സംഭവങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഒക്ടോബർ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട നിർണായകമായൊരു മാസമാണ്. കാര്യം ഞാൻ ജോലി പ്രവേശിച്ചത് ഒക്ടോബറിലാണ്, ഞാൻ റിട്ടയർ ചെയ്തത് ഒക്ടോബറിലാണ്, എനിക്ക് പ്രൊമോഷൻ കിട്ടിയത് ഒക്ടോബറിൽ. അങ്ങനെ പല ഒക്ടോബർ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നിർണായകമായ മാസമാണ്. അപ്പം 4/10/1976 ഞാൻ ആദ്യമായി സർവീസിൽ കയറി. അപ്പോൾ ഞാൻ 1973 പാസ്സായി. 74 ഞാൻ PSCയിൽ അസിസ്റ്റൻറ്റ് സർജൻ്റെ വേക്കൻസിക്ക് അപ്ലൈ ചെയ്തത്. അന്ന് അസിസ്റ്റൻറ്റ് സർജൻ എന്നാണ് പേര്. അപ്പം എനിക്കൊരു 500 അടുത്തുള്ള റാങ്ക് ഉണ്ടായിരുന്നു. പക്ഷേ കമ്മ്യൂണൽ റൊട്ടേഷൻ വന്നപ്പോൾ അത് 1200 സംതിങ് ആയി. അങ്ങനെ ഒരു വർഷം വെയിറ്റ് ചെയ്യാൻ, ഒരു വർഷം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ജോലി കിട്ടിയത്. അന്നത്തെ കാലത്ത് ജോലി കിട്ടാനൊന്നും നമ്മൾ മന്ത്രിസഭയിലോ അല്ലെങ്കിൽ മന്ത്രിമാരെയോ ഹെൽത്ത് സെക്രട്ടറിയോ ഒന്നും കാണേണ്ട കാര്യമില്ല. എനിക്ക് ആദ്യം PSCന്ന് ഒരു അഡ്വൈസ് മെമ്മോ വന്നു. നിങ്ങൾ അസിസ്റ്റൻറ്റ് സർജനായിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നു, നിങ്ങൾക്ക് ഉടൻ തന്നെ അപ്പോയിൻമെൻറ്റ് ഓർഡർ ലഭിക്കുന്നതാണ് എന്നും പറഞ്ഞ് നമുക്കൊരു അഡ്വൈസ് മെമ്മോ വരും.
അപ്പം ഞാൻ ഓർക്കുന്നുണ്ട് PSCയുടെ ഇൻ്റർവ്യൂവിന് ഞാൻ അന്ന് ടെസ്റ്റൊന്നുമില്ല, റിട്ടൺ ടെസ്റ്റില്ല, ഇൻ്റർവ്യൂ മാത്രമേ ഉള്ളൂ. ഇൻ്റർവ്യൂവിൽ അന്നുണ്ടായിരുന്ന എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ ഈ പറയുന്നതെല്ലാം എൻ്റെ ഓർമ്മയിൽ നിന്നാണ് പറയുന്നത്. സാവൻകുട്ടി എന്ന് പറയുന്ന മുസ്ലിം ലീഗിലെ ഒരു പ്രശസ്തരായ നേതാവായിരുന്നു ചെയർമാൻ. അത് കഴിഞ്ഞ് സുഭദ്ര നായർ എന്ന് പറഞ്ഞ ഗൈനക്കോളജിസ്റ്റ്, മെഡിസിനിൽ നിന്ന് വേറൊരു ഡോക്ടർ, ഒരു സർജറി, അങ്ങനെ മെഡിസിൻ, സർജറി, ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, അതിൽ നിന്നെല്ലാം ഓരോ ഡോക്ടർമാരും PSC മെമ്പേഴ്സ് 2 പേരും ചെയർമാനും, അങ്ങനെയുള്ളൊരു പാനലിൻ്റെ മുമ്പ് നമ്മൾ ആയതാവണം. ആദ്യം ഈ ഡോക്ടർമാരെല്ലാം അവരുടെ സബ്ജക്റ്റിനെ ബേസ് ചെയ്ത് നമ്മൾ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും. അത് കഴിഞ്ഞ് PSC മെമ്പറും PSC ചെയർമാനും ഒക്കെ നമ്മളുടെ ചോദ്യങ്ങൾ ചോദിക്കും. അവരുടെ ചോദ്യത്തിൻ്റെ ഇതനുസരിച്ച് റാങ്ക് ലിസ്റ്റിലും, ആ റാങ്ക് ലിസ്റ്റ് എനിക്ക് 500, 502, 503 എന്നുള്ള റാങ്കായിരുന്നു. അത് കമ്മ്യൂണൽ റൊട്ടേഷൻ വന്നു കഴിയുമ്പോൾ ഇതിൻ്റെ ഇരട്ടിയാവും, 50% റിസർവേഷനാണ്. അങ്ങനെ എനിക്ക് ഒരു വർഷം കഴിഞ്ഞിട്ട് 1975 ഈ PSC, 76 എനിക്ക് ജോലി കിട്ടിയത്. അപ്പം നമ്മൾക്ക് അഡ്വൈസ് മെമ്മോ കിട്ടിയപ്പം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഒരു DHS എന്നൊരു ലെറ്റർ വന്നു. യു ഹാവ് ടു റിപ്പോർട്ട് ദ DMO കൊല്ലം ജില്ലയിലോട്ടാണ് എനിക്ക് അലോട്ട്മെൻറ്റ് വന്നത്. അപ്പം നമ്മൾ വേറെ ആരെയും കാലി പിടിക്കാതെ പോകണ്ട, നേരെ DMO ഓഫീസിൽ ഈ അപ്പോയിൻമെൻറ്റ് ഓർഡർ കൊണ്ട് ചെന്നു. അവിടെ ചെന്ന് DMO അടുത്ത് സംസാരിച്ചപ്പം DMO ഓഫീസ് പറഞ്ഞ് ക്ലാർക്കിനെ കണ്ടാൽ മതിയെന്ന്. ആലോചിച്ച് നോക്കണം, വളരെ സിമ്പിളായിരുന്നു പ്രൊസീജിയർ. ഈ എസ്റ്റാബ്ലിഷ്മെൻറ്റ് സെക്ഷനിലെ ക്ലാർക്കിനെ കണ്ടാൽ മതി, അദ്ദേഹം പറയും നിങ്ങൾക്ക് എവിടെ സൗകര്യം. അപ്പോൾ ഞാൻ പറഞ്ഞു, സാർ ഞാനിപ്പോൾ താമസിക്കുന്നത് നെടുമങ്ങാട്ടാണ്, എനിക്ക് നെടുമങ്ങാട്ടിൽ നിന്ന് പോയി വരുന്ന ഏതെങ്കിലും സ്ഥലത്ത് കിട്ടിയാൽ ഉപകാരമായിരുന്നു. അന്ന് പത്തനംതിട്ട ജില്ലയും കൂടെ കൊല്ലം ജില്ലയുടെ കീഴിലായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് കുറേ സ്ഥലങ്ങൾ പറഞ്ഞു, നെടുമങ്ങാട്ടിൽ നിന്ന് വരാൻ പറ്റിയ സ്ഥലം ഒന്ന് കുളത്തൂപ്പുഴ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കും, പക്ഷേ അവിടെ വേക്കൻസി ഇല്ല. അത് കഴിഞ്ഞ് ഏരൂർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, കുളത്തൂപ്പുഴയ്ക്കും അഞ്ചലിനും ഇടയ്ക്കാണ്. നിങ്ങൾക്ക് നെടുമങ്ങാട്ടിൽ നിന്ന് കുളത്തൂപ്പുഴ വന്നിട്ട് അവിടെ പോവാം. അതല്ലെങ്കിൽ വെമ്പായം വഴി നിങ്ങൾക്ക് അഞ്ചൽ വന്നിട്ട് അഞ്ചലിൽ നിന്ന് വേണമെങ്കിൽ അഞ്ചലിനും കുളത്തൂപ്പുഴയ്ക്കും ഇടയ്ക്കുള്ളൊരു PhD ആണ്, നിങ്ങൾക്ക് സൗകര്യമായിരിക്കും. പിന്നെ സീതത്തോടുണ്ട്, ചിറ്റാറുണ്ട്, പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിലെ സ്ഥലങ്ങളൊക്കെയാണ്. അതെല്ലാം അന്ന് കൊല്ലം ജില്ലയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞെങ്കിൽ എനിക്ക് ഏരൂർ തന്നാൽ മതി എന്ന് പറഞ്ഞു, നമ്മുടെ ഇഷ്ടത്തിന്. ഇപ്പോഴങ്ങനെയൊന്നും ആണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇപ്പോഴൊക്കെ ഭയങ്കര പിടിപാടുണ്ടെങ്കിൽ സ്ഥലങ്ങളെ കിട്ടത്തുള്ളൂ. അങ്ങനെ ഏരൂർ PhDയിൽ എന്നെ അസിസ്റ്റൻ്റ് സർജനായിട്ട് പോസ്റ്റ് ചെയ്തു. അപ്പം ഞാൻ അവിടെ ചെന്നപ്പോൾ ഒരു ചെറിയ ഒരു നില കെട്ടിടം. അന്ന് അതിൻ്റെ പേര് PHC എന്നല്ല, ERD എന്നാണ്, ഗവൺമെൻറ് റൂറൽ ഡിസ്പെൻസറി. അവിടുത്തെ സ്റ്റാഫ് എന്ന് പറയുന്നത് ഒരു ANM ഉണ്ട്, ഒരു ഫാർമസിസ്റ്റ് കം ക്ലാർക്ക്, ഫാർമസിസ്റ്റാണ് ക്ലാർക്കായിട്ടാണ്, പിന്നെ ഒരു അറ്റൻഡർ, പിന്നെ ഒരു സ്വീപ്പർ, 4-5 സ്റ്റാഫേ ഉണ്ട്. അപ്പം ഞാൻ ആദ്യം ഈ അപ്പോയിൻമെൻറ്റ് ഓർഡർ വാങ്ങിച്ചുകൊണ്ട് പിറ്റേ ദിവസം അവിടെ ചെന്നപ്പോൾ സാറേ ഇവിടെ പേഷ്യൻ്റൊന്നും അങ്ങനെ വലുതായിട്ട് വരത്തില്ല, ഇവിടെ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ഇതിൻ്റെ അടുത്ത് മറവഞ്ചിറ ഒരു ചന്തയുണ്ട്, അന്ന് മാത്രമേ പേഷ്യൻ്റ് വരത്തുള്ളൂ. പിന്നെ സാറ് വേണമെങ്കിൽ ആഴ്ചയിൽ ഒരു 3 ദിവസം വാ, അതിൻ്റെ ആവശ്യമുണ്ട്. 2 ദിവസമേ പേഷ്യൻ്റ് ഉള്ളൂ, ഒരു ദിവസം വന്ന് നമ്മുടെ ഓഫീസ് വർക്കൊക്കെ ചെയ്യാം, 1-2 പേഷ്യൻ്റ്, അല്ലാത്ത ദിവസങ്ങളിൽ ഒരു പേഷ്യൻ്റ് പോലും വരത്തില്ല. ഞാൻ വിചാരിച്ചു കുഴപ്പമില്ല. അന്ന് എനിക്ക് നെടുമങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ 1973 ഓഗസ്റ്റിൽ ഒരു പ്രൈവറ്റ് നഴ്സിംഗ് ഹോം തുടങ്ങി. അന്ന് എനിക്കൊരു ട്വിൻ ബ്രദർ കൂടെ ഉണ്ടായിരുന്നു, പ്രഭാകരൻ എന്ന് പറയും. അദ്ദേഹവും ഞാനും കൂടെ ചേർന്ന് സുപ്രഭ നഴ്സിംഗ് ഹോം, സു എന്ന് പറയുന്ന എൻ്റെ പേരും പ്രഭ എന്ന് പറഞ്ഞ പ്രഭാകരൻ്റെ പേരും കൂടെ ചേർന്ന് ഒരു നഴ്സിംഗ് ഹോം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ NK ബാലകൃഷ്ണൻ ഉദ്ഘാടനം. ഞാൻ അവിടെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ പേഷ്യൻറ്റിനെ അഡ്മിറ്റ് ചെയ്യുമായിരുന്നു. അന്ന് ഈ പറഞ്ഞ നെടുമങ്ങാട്ട് ഒരൊറ്റ പ്രൈവറ്റ് ഹോസ്പിറ്റൽ പോലും ഇല്ല, ആ കൂടി ഒരു താലൂക്ക് ആശുപത്രി മാത്രമേ ഉള്ളൂ, പ്രൈവറ്റ് ആശുപത്രിയേ ഇല്ല. അപ്പം നമ്മുടെ പ്രൈവറ്റ് ആശുപത്രി ആദ്യമായിട്ട് തുടങ്ങിയത് ഞാനാണ് 73. അപ്പം നല്ല പേഷ്യൻസൊക്കെ ഉണ്ടായിരുന്നു. ഡെയിലി കംപ്ലീറ്റ് ഞാൻ ഇരിക്കും, രാവിലെ 8 മണി തൊട്ട് വൈകുന്നേരം 8 മണി വരെ ഞാൻ അവിടെ കാണും. ഉച്ചയ്ക്ക് ഉണ്ണാൻ വീട്ടിൽ പോകും, അടുത്താളും വീട്. അത് കഴിഞ്ഞ് രാത്രി 8 മണിയാകുമ്പോൾ എൻ്റെ ബ്രദർ വരും, അയാളവിടെ ഇരിക്കും നേരം വിളിക്കുന്നത്. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്, എൻ്റെ ബ്രദറിന് മെഡിക്കൽ കോളേജ് സർവീസിൽ ജോലി കിട്ടി, പ്രിവെൻറ്റീവ് മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ജോലി കിട്ടിയപ്പോൾ അയാൾ പോയി. ഞാൻ പറഞ്ഞു ഞാൻ ഹെൽത്ത് സർവീസിൽ ജോലി കിട്ടുമ്പോഴേ ഞാൻ പോകത്തുള്ളൂ. അങ്ങനെയാണ് ഞാൻ കണ്ടിന്യൂ ചെയ്തത്. അങ്ങനെയാണ് 76 ജോലി കിട്ടിയത്. അങ്ങനെ ഈ ഏരൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഇരുന്ന സമയത്തായിരുന്നു എനിക്ക് കല്യാണാലോചന വന്നതും എൻ്റെ കല്യാണം നടക്കുന്നതൊക്കെ. പുനലൂരിൽ നിന്നാണ് ഞാൻ മാരേജ് ചെയ്തിരിക്കുന്നത്. ഞാൻ ആദ്യമായി പുനലൂർ വരുന്നത്, അപ്പം ഈ ആശുപത്രിയിൽ ഒരു ഫാർമസിസ്റ്റ് കം ക്ലാർക്കാണ്, അയാൾ NGO ആണ്. ഈ ഡോക്ടർ എന്ന് പറയുന്ന ആൾ ഗസറ്റഡ് ഓഫീസറാണ്. അപ്പോൾ ഗസറ്റഡ് ഓഫീസറെ സിഗ്നേച്ചർ വേറൊരു ഗസറ്റഡ് ഓഫീസർ അറ്റസ്റ്റ് ചെയ്യണം, എന്നാലേ നമുക്ക് ട്രഷറിയിൽ നമുക്ക് ശമ്പളം വാങ്ങിക്കാൻ പറ്റും. നമ്മളൊരു സെൽഫ് ഡ്രോയിങ് ഓഫീസറാണ്, ഡ്രോയിങ് ആൻഡ് ഡിസ്പേഴ്സിങ് ഓഫീസറാണ്.
അതായത് ട്രഷറിയിൽ നിന്ന് ശമ്പളം വാങ്ങിക്കാൻ പറ്റിയ നേരിട്ട് എഴുതി കൊടുത്ത് ശമ്പളം വാങ്ങിക്കുന്ന ആളുടെയാണ് ഗസറ്റഡ് ഓഫീസർ എന്ന് പറയുന്നത്. അപ്പോൾ ഗസറ്റഡ് ഓഫീസർ ഇല്ലാത്തതുകൊണ്ട് എൻ്റെ സിഗ്നേച്ചർ കൗണ്ടർ സൈൻ ചെയ്യണം. അപ്പോൾ ആ ക്ലാർക്ക് എൻ്റെ അടുത്തെന്ന് പറഞ്ഞാൽ സാറിന് ട്രഷറി ഓഫീസറാണ്, നമ്മളിവിടെ അടുത്തൊന്നും വേറെ ഗസറ്റഡ് ഓഫീസർ ഇല്ലാത്തതുകൊണ്ട് സാറിനെ ട്രഷറി ഓഫീസർക്ക് നേരിട്ടൊന്ന് കാണണമെന്ന് പറഞ്ഞു. സാറിൻ്റെ സിഗ്നേച്ചർ അറ്റസ്റ്റ് ചെയ്യണം. കാര്യം മറ്റ് സ്റ്റാഫിൻ്റെയൊക്കെ ശമ്പളം നമ്മളാണ് ബില്ല് ഒപ്പിടാനുള്ളത്. അങ്ങനെ ഞാൻ ആദ്യമായി പുനലൂർ വരുന്നത് സബ് ട്രഷറി പുനലൂരാണ്. അവിടെ വന്ന് ട്രഷറി ഓഫീസറെ പരിചയപ്പെട്ട് അദ്ദേഹം എൻ്റെ സിഗ്നേച്ചറൊക്കെ അറ്റസ്റ്റ് ചെയ്ത് അങ്ങനെ ആദ്യമായിട്ട് ഞാൻ ശമ്പളം വാങ്ങിക്കുന്നത് പുനലൂർ ട്രഷറിയിൽ നിന്നാണ്. ഈ ഏരൂരെന്ന് പറഞ്ഞാൽ അഞ്ചലിനടുത്താണ്. പുനലൂർ നിയോജകമണ്ഡലത്തിലുള്ള സ്ഥലമാണ്. പുനലൂർ താലൂക്കിലുള്ളതാണ്. അന്ന് പത്തനാപുരം താലൂക്കായിരുന്നു. അങ്ങനെ അന്നത്തെ ശമ്പള സ്കെയിൽ കേട്ടാൽ നിങ്ങളൊക്കെ ഞെട്ടിപ്പോകും. 511 995 സ്കെയിലാണ് അന്നത്തെ ഒരു ഡോക്ടറുടെ ശമ്പളം. അസിസ്റ്റൻറ്റ് സർജൻ്റെ സ്റ്റാർട്ടിംഗ് പേ 511 രൂപയാണ്. 511 995 സ്കെയിൽ. അപ്പോൾ അന്ന് 511 രൂപ കൊടുത്താൽ 2 പവൻ കിട്ടും. 275 രൂപ അല്ലെങ്കിൽ 300 രൂപയുള്ള ഒരു പവന് 2 പവനാണ് അന്ന് കിട്ടുന്നത്. അപ്പം നിങ്ങൾ ആലോചിച്ചാൽ ഇപ്പോൾ ഒരു പവന് 55,000 രൂപയാണ്. അപ്പോൾ 2 പവന് 1,10,10,000 രൂപയുണ്ട്. ഇപ്പോഴത്തെ 1,10,10,000 രൂപയുടെ വിലയാണ് അന്ന് 511 രൂപ. 511 രൂപ പിന്നെ 210 രൂപ DA ഉണ്ട്. ആ 210 രൂപയും കൂടെ ചേർക്കുമ്പോൾ 511 പ്ലസ് 713 700 സംതിങ് രൂപ ശമ്പളം കിട്ടും. അതൊരു വലിയ എമൗണ്ടാണ് അന്നത്തെ കാലത്ത്. അന്ന് ഹൗസ് സർജൻ്റെ സ്റ്റൈഫൻഡ് 100 രൂപയായിരുന്നു. ആലോചിച്ച് നോക്കണം. ഹൗസ് സർജൻ്റെ സ്റ്റൈഫൻഡ് 100 രൂപയായിരുന്നു. അങ്ങനെ ഞാനവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പേഷ്യൻസൊക്കെ ഉണ്ട്. ഈ പറഞ്ഞ 2 ദിവസങ്ങളിൽ മാത്രമേ 50-60 പേഷ്യൻറ്റ്. അല്ലാത്ത ദിവസം ഞാൻ പോകുമ്പോൾ ഒരാളോ 2 പേരും പോകും. അപ്പോൾ ചൊവ്വയും വെള്ളിയാണ് പേഷ്യൻ്റ് വരുന്നത്. തിങ്കളാഴ്ചയും കൂടെ ഞാൻ പോകും. കാരണം ഓഫീസിലെ പണിയൊക്കെ ഉണ്ട്. ആൾക്കാരുടെ അവർക്ക് ഏൺഡ് ലീവ്, സറണ്ടർ ചെയ്യുന്ന സാലറി, ലീവ് സാലറി, പിന്നെ പ്രോവിഡൻറ്റ് ഫണ്ട് ലോൺ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനെല്ലാം നമ്മൾ മെഡിക്കൽ ഓഫീസറും കൂടെയാണ്. അസിസ്റ്റൻറ്റ് സർജൻ ആണെങ്കിലും ആ ഓഫീസറിന് ചാർജ് കൊടുക്കണം. അപ്പോൾ അതിൻ്റെയൊക്കെ ആവശ്യത്തിന് വേണ്ടി തിങ്കളാഴ്ചയും വരുമായിരുന്നു. അങ്ങനെ 6 മാസം ഞാൻ അവിടെ വർക്ക് ചെയ്തു. 6 മാസം വർക്ക് ചെയ്ത സമയത്ത് നമ്മുടെ KV കൃഷ്ണദാസ് എന്ന് പറഞ്ഞ ഡോക്ടറുണ്ട്. അതിൻ്റെ മെഡിസിൻ പ്രൊഫസറാണ്, ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹത്തിൻ്റെ ടെക്സ്റ്റ് ബുക്ക് ഓഫ് മെഡിസിൻ നമ്മളൊക്കെ വായിക്കുന്നതാണ്. അദ്ദേഹത്തിന് ഈ കനകമല ഇസ്റ്റേറ്റ് ഉണ്ട്. ആ ഇസ്റ്റേറ്റ് മാങ്കോട് എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശ്രമഫലമായി മാങ്കോട് മറ്റൊരു GRD സ്ഥാപിച്ചു. അത് ട്രൈബൽ ഡെവലപ്മെൻറ്റിൻ്റെ ഫണ്ട് ഉപയോഗിച്ചാണ് GRD ഉണ്ടാക്കിയത്. അപ്പോൾ അവിടെ ഡോക്ടറില്ല. ആ ഹോസ്പിറ്റൽ ഉണ്ടാക്കിയപ്പോൾ മടത്തറ ഹോസ്പിറ്റലാണ്. മടത്തറ ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടർക്ക് അഡീഷണൽ ചാർജ് കൊടുത്തു. അപ്പോൾ ഈ കൃഷ്ണദാസ് സാർ എന്നെ ഫോൺ ചെയ്ത് ചോദിച്ചു, എടോ ഇപ്പോൾ എൻ്റെ മദറിൻ്റെ വീടും അതിനടുത്താണ്. ഈ മധുര എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ മദറിൻ്റെ വീട്. അപ്പോൾ കൃഷ്ണദാസ് സാറിനെ ഞാൻ MBBS പഠിക്കുന്നതിന് മുമ്പേ പരിചയമുണ്ട്. എൻ്റെ അമ്മാവിൻ്റെ ഒക്കെ എൻ്റെ മാമന്മാരുടെയൊക്കെ അടുത്ത പരിചയക്കാരനാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചിട്ട് നമ്മുടെ നാട്ടിൽ ഒരു ആശുപത്രി തുടങ്ങിയിട്ടുണ്ട്, അവിടെ ഇതുവരെ ഡോക്ടറില്ല, ഇയാൾക്ക് അവിടെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമോ, വീടൊക്കെ ഞാൻ അറേഞ്ച് ചെയ്ത് തരാമെന്ന്. ഞാൻ പറഞ്ഞ് പറ്റും സാർ എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ഈ ഏരൂര് വരിക എന്ന് ഞാൻ നെടുമങ്ങാട്ട് നിന്നാണ് ട്രാവൽ ചെയ്യുന്നത്. നെടുമങ്ങാട് നിന്ന് ചെങ്കോട്ട ഫാസ്റ്റിൽ കയറി കുളത്തൂപ്പുഴ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് വേറൊരു പ്രൈവറ്റ് ബസ്സിൽ കയറി അഞ്ചൽ പുനലൂർ ബസ്സിൽ കയറിയാണ് ഈ പറഞ്ഞ സ്ഥലത്തെത്തുന്നത്. TDS ജേർണിയാണ്. അതുപോലെ അന്ന് 11:30 മണി വരെ ഈ ആശുപത്രി വന്നു. രാവിലെ 8 തൊട്ട് 11:30 വരെയാണ് PHCയുടെ സമയം. ഇപ്പോഴെനിക്ക് തോന്നുന്നത് 1 മണി വരെയാണ്. കാര്യം അന്ന് ഈവനിങ് OP ഉണ്ടായിരുന്നു. ഈവനിങ് OP നമ്മൾ ഇരിക്കാറില്ല. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞെങ്കിൽ ഞാൻ ബില്ലിങ്ങാണ് സാർ, അങ്ങനെയാണെങ്കിൽ ഇയാൾ DHSനെ പോയെന്ന് കാണുന്ന ഒരു റിക്വസ്റ്റ് എഴുതി കൊടുക്കാതെ ഞാൻ വിളിച്ച് പറഞ്ഞേക്കാവുന്നത്. അങ്ങനെ അന്നത്തെ DNK ബലറാം സാറാണെന്ന് ഓർമ്മയില്ല, ബലറാം സാറാണ്. അങ്ങനെ ഞാൻ അദ്ദേഹത്തിനെ പോയി കണ്ട് ഇങ്ങനെ കൃഷ്ണ സാറെ പറഞ്ഞിട്ട് വന്നതാണ്, ഞാൻ GRD മാങ്കോട് ചിതറ വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് എഴുതി കൊടുത്തു. ഉടൻ തന്നെ പറഞ്ഞാൽ ശരി 2 ദിവസം ഓർഡറാകുമെന്ന് പറഞ്ഞു. എന്നെ GRD മാങ്കോട് ചിതറ അവിടെ ഞാൻ പോയപ്പോൾ ആ റോഡിൽ കൂടെ ബസ് സർവീസ് ഇല്ല, ബസ്സിലൊന്നും പോകാൻ പറ്റത്തില്ല. അപ്പം ഈ ചിതറ എന്ന് പറയുന്ന സ്ഥലത്ത് ചെന്നിട്ട് നമ്മൾ പാങ്ങോട്ടോട് പോകുന്ന റോഡുണ്ട്, ആ റോഡിൽ കൂടെ പോകണം. ഒരു 7-8 കിലോമീറ്റർ ഉണ്ട്, പക്ഷേ ബസ് സർവീസ് ഇല്ല. അങ്ങനെ ഞാൻ പറഞ്ഞ അവിടെ താമസിച്ചാലേ പറ്റത്തുള്ളൂ. അപ്പോൾ അവിടുത്തെ പഞ്ചായത്ത് മെമ്പർ എന്ന് പറയുന്ന ഒരാളുണ്ട്,
അദ്ദേഹത്തിൻ്റെ ഒരു പുതിയ വീട് ആ ആശുപത്രിയുടെ അടുത്തുണ്ടാക്കിയിട്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ആശുപത്രി ചെന്നിട്ട് അദ്ദേഹത്തിനെ കാണണമെന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ എൻ്റെ വീട് പുതിയതായിട്ട് ഉണ്ടാക്കിയിട്ടിരിക്കുക, താമസമായില്ല, ഒരേ ഒരു പ്രശ്നമുള്ള ബാത്റൂം ഔട്ട്സൈഡാണ്. ഇന്നത്തെ കാലത്ത് നാട്ടിൻപുറത്തൊന്നും ആരും വീട്ടിനകത്ത് ബാത്റൂം വയ്ക്കും. ഞാൻ പറഞ്ഞാൽ അതിന് സാരമില്ല, എങ്കിൽ ആ വീട് സാറിന് തരാം, എനിക്കൊരു നോമിനൽ റെൻറ്റ് തന്നാൽ മതി, 100 രൂപയ്ക്കാട്ട് താഴെയുണ്ട് റെൻറ്റ് തന്നില്ലെങ്കിലും വേണ്ടില്ല, കാര്യം ആ മെമ്പറുടെയും കൂടെ കെയർ ഓഫിലാണ് ഈ ആശുപത്രി. അങ്ങനെ ഞാൻ ഒരു 6-7 മാസം അവിടെ താമസിച്ചു. അപ്പോൾ ആ സമയത്ത് എൻ്റെ മാരേജ് കഴിഞ്ഞ സമയത്ത് ഫാമിലിയായിട്ടാണ് താമസിച്ചത്. എൻ്റെ വൈഫ് അന്ന് പ്രഗ്നൻ്റ് ആയിരുന്നു. ഞങ്ങൾ അവിടെ താമസിച്ചു. കുറേ നാൾ കഴിഞ്ഞപ്പോൾ മൾട്ടിപർപ്പസ് പ്രോഗ്രാം നമ്മുടെ നാട്ടിൽ നടപ്പാക്കാൻ തുടങ്ങി. അപ്പം എല്ലാ PHCയിലെ ഡോക്ടർമാർക്ക് മൾട്ടിപർപ്പസ് ട്രെയിനിങ്. എൻ്റെ കാര്യം എന്ന് വെച്ചാൽ പണ്ടൊക്കെ നേഴ്സ്, ആക്സിലറി നേഴ്സ്, ഹെൽത്ത് ഇൻസ്പെക്ടർ, അങ്ങനെയൊക്കെയുള്ള പേരായിരുന്നു. എന്നോട് വാക്സിനേഷൻ അങ്ങനെയുള്ള പഴയ പേരിലാണ് അറിയപ്പെടുന്നത്. മൾട്ടിപർപ്പസ് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ 2 സ്റ്റാഫുകളുണ്ട്, മെയിൽ ഹെൽത്ത് വർക്കറും ഫീമെയിൽ ഹെൽത്ത് വർക്കറും. അപ്പം അത് എല്ലാവരും എല്ലാ ജോലിയും ചെയ്യണം. മറ്റേ ഫാമിലി പ്ലാനിങ്, ഹെൽത്ത് അസിസ്റ്റൻറ്റ്, ഫാമിലി പ്ലാനിങ് മെഡിക്കൽ അങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പോൾ അതൊന്നും എല്ലാം കൂടെ ചേർന്ന് മൾട്ടിപർപ്പസ് എല്ലാത്തിനും കൂടെ ചേർന്ന് ഉള്ളൊരു പ്രോഗ്രാം, മൾട്ടിപർപ്പസ് ട്രെയിനിങ് പ്രോഗ്രാം എനിക്ക് കിട്ടി. അങ്ങനെ തൈക്കാട് ഗവൺമെൻറ് ഹോസ്പിറ്റൽ തൈക്കാടിൻ്റെ അടുത്ത് ഒരു ഒരു പഠിപ്പിക്കുന്ന സ്ഥലമുണ്ട്, ഫാമിലി പ്ലാനിങ് ട്രെയിനിങ് സെൻറ്റർ എന്നാണ് എൻ്റെ പേര്. അന്നൊരു ഡോക്ടർ സത്യവതി എന്ന് പറയുന്ന ഒരു അഡീഷണൽ DHS ആയിരുന്നു അതിൻ്റെ ചാർജ്. അപ്പോൾ എനിക്കവിടെ ട്രെയിനിങ് കിട്ടി. അപ്പോൾ ഞാൻ ട്രിവാൻഡ്രത്ത് എൻ്റെ സിസ്റ്ററുടെ വീട്ടിൽ താമസമായി ഫാമിലിയായിട്ട്. ഒരു തൈക്കാട് വെള്ളയമ്പലത്താണ് എൻ്റെ സിസ്റ്ററുടെ വീട്. അവിടെ താമസിച്ചിട്ട് എല്ലാ ദിവസവും 6 വീക്സാണ് ട്രെയിനിങ്, 6 ആഴ്ച. അപ്പോൾ അവിടെ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള ട്രെയിനിങ്ങാണ്. ക്ലാസ് എടുപ്പ് മാത്രമല്ല, നമ്മൾ തന്നെ നമുക്ക് ടോപ്പിക്ക് തരും, പ്രിപ്പയർ ചെയ്ത് നമ്മൾ പ്രസംഗിക്കണം. അപ്പോൾ നമ്മളെ കൂടെ സീനിയർ ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സുണ്ട്, സീനിയറായിട്ടുള്ള ഫാമിലി ഹെൽത്ത് സ്റ്റാഫുണ്ട്, അങ്ങനെ ഹെൽത്ത് സൂപ്പർവൈസർ, ഹെൽത്ത് അസിസ്റ്റൻറ്റ്, അങ്ങനെയുള്ള ആൾക്കാർ. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ക്ലാസ്സൊക്കെ എടുക്കണം. അപ്പം എനിക്ക് ഒരു ടോപ്പിക്ക്, അപ്പോൾ ഞാൻ 1-2 ദിവസം ക്ലാസ്സൊക്കെ എടുത്തു. അപ്പോൾ ഒരു ദിവസം ഈ ക്ലാസ് കേൾക്കാൻ ഡോക്ടർ സത്യവതി വന്നു. അപ്പോൾ അവർക്ക് എൻ്റെ ക്ലാസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ MTP ആക്ടിനെ പറ്റിയാണ് ക്ലാസ് എടുത്തത്. എനിക്കിപ്പോഴും നല്ലതുപോലെ ഓർമ്മയുണ്ട്. MTP ആക്ട്, ഞാനത് പ്രിവെൻറ്റീവ് മെഡിസിൻ, അന്നത്തെ പ്രിവെൻറ്റീവ് മെഡിസിൻ പുസ്തകത്തിൽ പിന്നെ നല്ലതുപോലെ വായിച്ച് ഞാൻ നല്ല രീതിയിൽ MTP ആക്ടിനെ പറ്റി, അതിൻ്റെ ഇംപ്ലിക്കേഷനെ പറ്റിയൊക്കെ ക്ലാസ് എടുത്തു. അപ്പോൾ എൻ്റെ അടുത്ത് മാഡം എന്നെ അഭിനന്ദിച്ചിട്ട് ചോദിച്ചാൽ, നിങ്ങൾ എവിടെ വർക്ക് ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു, ഞാൻ GRD ബാങ്കോടാണ് വർക്ക് ചെയ്യുന്നത്. അത് PHC ആണോ? ഞാൻ അല്ല, അത് PHC അല്ല, ഒരു ഗവൺമെൻറ് റൂറൽ ഡിസ്ട്രിക്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു മേജർ PHC വർക്ക് ചെയ്യണം. കാരണം നിങ്ങളെപ്പോലെ സംസാരിക്കാൻ അറിയാവുന്നത് ഡോക്ടറാണ് PHCകൾക്ക് ആവശ്യം. ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സൊക്കെ ക്ലാസ് എടുക്കണം, പൊതുജനങ്ങളുടെ കാര്യങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾക്ക് ആ ഒരു ടാലൻ്റ് ഉള്ളതുകൊണ്ട് ഞാൻ നിങ്ങളെ ഒരു മേജർ PHCയിലോട്ട് ജോലിക്ക് റെക്കമെൻഡ് ചെയ്യാം. നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി, ഞാൻ ഒരു ലെറ്റർ തരാം, ഇതും കൊണ്ട് DHSനെ പോയി കണ്ടാൽ മതി. അന്നും ഈ ബലറാം സാറാണ് DHS. അപ്പോൾ ഞാൻ DHSനെ പോയി കണ്ടു. DHSനെ പോയി കണ്ടപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, നിങ്ങൾക്ക് എവിടെ വേണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അത് എവിടെ വേക്കൻസി ഉണ്ടെന്ന് ചോദിച്ചു. നിങ്ങൾ മാങ്കോടല്ലേ ഇരിക്കുന്നത്? മാങ്കോടിനടുത്താണ് കല്ലറ PHC, അവിടെ ഒരു വേക്കൻസി, എനിക്ക് അവിടെ നിങ്ങൾക്ക് തരട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ശരി, എനിക്ക് കല്ലറ ഇഷ്ടമാണ്. കാരണം എൻ്റെ സ്കൂളിംഗ് എന്ന് പറയുന്നത്, ഞാനെല്ലാം ഗവൺമെൻറ് സ്കൂളിലാണ് പഠിച്ചത്. അപ്പം ഞാൻ പ്രൈമറി സ്കൂളിൽ പഠിച്ചത് 1 തൊട്ട് 4 വരെ ഒരു LPS മധുര എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അത് എയ്ഡഡ് മാനേജ്മെൻറ്റ് സ്കൂളായിരുന്നു, ഗവൺമെൻറ് സ്കൂൾ പോലെ തന്നെ. അത് നമ്മുടെ ഒരു എൻ്റെ ഒരു റിലേറ്റീവായിട്ടുള്ള ഒരാളിൻ്റെ സ്കൂളായിരുന്നു. ആ സ്കൂളിലാണ് ഞാൻ 4 വരെ പഠിച്ചത്. 5 തൊട്ട് 7 വരെ ഞാൻ പഠിച്ചത് കല്ലറ ഗവൺമെൻറ് UP സ്കൂളിലാണ്. അപ്പം ഞാൻ UP സ്കൂളിൽ പഠിച്ച അതേ സ്ഥലത്ത് ഡോക്ടറായിട്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ സന്തോഷമായിരുന്നു. കാര്യം അവിടെയുള്ള ആൾക്കാരെയും കടക്കാരെയൊക്കെ എനിക്കറിയാം, ഞാൻ അവിടെ പഠിച്ചത് കൊണ്ട്. ഞാൻ ഇന്ന വീട്ടിലെ ആളെന്ന് പറഞ്ഞാൽ അവിടുത്തെ കടക്കാർക്കൊക്കെ മനസ്സിലായി, നമ്മൾ സാധനം വാങ്ങിക്കാൻ അതിനൊക്കെ അവിടെ പോയിട്ടുണ്ട്. കല്ലറ, അങ്ങനെ കല്ലറ PHCയിൽ എനിക്ക് അപ്പോയിൻമെൻ്റ് പറഞ്ഞു. അപ്പോൾ അവിടെ ഇതുപോലെ തന്നെ, അപ്പോൾ അവിടെ താമസിക്കണം. അവിടെ കല്ലറ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ടൗൺഷിപ്പാണ്, അവിടെ വീടൊന്നുമില്ല. മിതിർമല എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്, അവിടെ ഒരു 1.5 കിലോമീറ്റർ പോകും. ആ മിതിർമല എന്ന സ്ഥലത്ത് അവിടുത്തെ ഒരു പഞ്ചായത്ത് മെമ്പറുടെ വീട്, പുതിയ വീടാണ്, ആരും താമസിച്ചിട്ടില്ലാത്തൊരു വീട്. ആ ഹൈസ്കൂളിൻ്റെ നേരെ ഓപ്പോസിറ്റ് എനിക്ക് വാടകയ്ക്ക് തരാമെന്ന്. ഞാൻ നോക്കിയപ്പോൾ ഈ വാടക വീട്ടിൽ നിന്ന് 1 കിലോമീറ്റർ പോയാൽ മതി ഈ ഹോസ്പിറ്റൽ, നടന്നു പോകാനുള്ള ഡിസ്റ്റൻസേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ശരിയെന്ന്. അങ്ങനെ ഞാൻ ഫാമിലിയായിട്ട്
അവിടെ താമസിക്കാൻ തീരുമാനിച്ചു. ഈ കല്ലറ PhD ഒരു 2 വർഷക്കാലം 1980 വരെ ഞാൻ വർക്ക് ചെയ്തു. സത്യം പറഞ്ഞാൽ എനിക്ക് പ്രസംഗിക്കാനുള്ള ആ കഴിവ് കിട്ടിയതും പൊതുജനങ്ങളുമായിട്ട് കൂടുതൽ അടുത്തിടപഴകാനുള്ള അവസരം കിട്ടിയതെല്ലാം ഞാൻ കല്ലറ PhD വർക്ക് ചെയ്യണം. കാരണം PhD എന്ന് പറഞ്ഞാൽ പബ്ലിക് ഹെൽത്ത് സെൻ്ററിനകത്ത് ട്രീറ്റ്മെൻറ്റ് പാർട്ട് കുറച്ചേ ഉള്ളൂ, അതിനേക്കാൾ കൂടുതൽ പബ്ലിക് ഹെൽത്ത് ആക്ടിവിറ്റീസാണ്. അപ്പോൾ അവിടെ കല്ലറ PhD എന്ന് പറഞ്ഞാൽ വലിയ PhD ആണ്, മേജർ PhD ആണ്. അതിൻ്റെ കീഴിലങ്ങ് പൊന്മുടി വരെയുള്ള സ്ഥലമുണ്ട്. അവിടെയൊക്കെ സബ് സെൻ്ററുണ്ട്. പൊന്മുടി സബ് സെൻ്ററുണ്ട്, നന്ദിയോട് സബ് സെൻ്ററുണ്ട്, പാലോട്ട് സബ് സെൻ്ററുണ്ട്, പാലോട് ആശുപത്രിയുണ്ട്, ഗവൺമെൻറ് ആശുപത്രിയുണ്ട്. അങ്ങനെ ഒരുപാട് സ്ഥലത്ത് നമ്മൾ ആഴ്ചയിൽ 1-2 ദിവസം ഈ ഫാമിലി ഹെൽത്ത് സെൻ്ററിലൊക്കെ വിസിറ്റ് ചെയ്യുകയും ഇമ്മ്യൂണൈസേഷൻ കൊടുക്കുകയും ഗർഭിണികളെ പരിശോധിക്കുകയും പിന്നെ ഇടയ്ക്കിടയ്ക്ക് ക്ലാസ്സൊക്കെ എടുക്കേണ്ടി വരും. അങ്ങനെ സ്കൂൾ ഹെൽത്ത് പ്രോഗ്രാം ഉണ്ട്, ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട്, മൾട്ടിപ്പിൾ പ്രോഗ്രാംസ്. അപ്പോൾ എനിക്കാണെങ്കിൽ മൾട്ടിപർപ്പസ് ട്രെയിനിങ് കഴിഞ്ഞോട്ടുള്ള അവസരമാണ്. അപ്പോൾ എനിക്കിതിലൊക്കെ ഭയങ്കര ഈ ഹെൽത്ത് ആക്ടിവിറ്റീസിലൊക്കെ ഭയങ്കര താല്പര്യമുണ്ടാകും. പിന്നെ ഈ ഹോസ്പിറ്റലിൽ PhD ആണെങ്കിൽ അവിടെ ഇൻപേഷ്യൻ്റ് ഉണ്ട്, അവിടെ ഡെലിവറി കണ്ടക്ട് ചെയ്യുന്ന സ്ഥലമാണ്, പോസ്റ്റ്മോർട്ടവും കണ്ടക്ട് ചെയ്യും. സാധാരണ ഇപ്പോഴാണെങ്കിൽ താലൂക്ക് ആശുപത്രിയിൽ മാത്രമേ പോസ്റ്റ്മോർട്ടം ചെയ്യത്തുള്ളൂ. അന്ന് അവിടെ പോസ്റ്റ്മോർട്ടം ചെയ്യും. കാര്യം അവിടുത്തെ നിയറസ്റ്റ് താലൂക്ക് ആശുപത്രി ഉള്ളത് നെടുമങ്ങാട് പോകണം. നെടുമങ്ങാട്ട് പോകാൻ ഒരു 25 കിലോമീറ്ററെങ്കിലും ഉണ്ട്. ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിലാണ്, നെടുമങ്ങാട് താലൂക്കിലാണ്. നെടുമങ്ങാട്ട് പോകണമെങ്കിൽ 20-25 കിലോമീറ്റർ ഉണ്ട്. ഇപ്പോൾ അത്രയും കിലോമീറ്ററിൻ്റെ കാര്യം വേറെ റോഡും ഉണ്ട്. അപ്പോൾ പോസ്റ്റ്മോർട്ടം വരെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാ സീരിയസ് കേസുകൾ കൈകാര്യം ചെയ്യാനും ഡെലിവറി എടുക്കാനും പോസ്റ്റ്മോർട്ടം ചെയ്യാനുമുള്ള എല്ലാ അവസരവും കിട്ടി കല്ലറ PhD വെച്ച്. അന്ന് ഞാൻ MTP പോലും ചെയ്യാനുള്ള ട്രെയിനിങ് എനിക്കുണ്ടായിരുന്നു. MTP ട്രെയിനിങ് കഴിഞ്ഞ് ഞാൻ അവിടെ വർക്ക്. മാത്രമല്ല ഫാമിലി പ്ലാനിങ്ങിൻ്റെ ട്രെയിനിങ്ങും എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ വാസക്ടമിയൊക്കെ ചെയ്യുമായിരുന്നു. വാസക്ടമി ഒരുപാട് ചെയ്തിട്ടുണ്ട്. പിന്നെ MTP ചെയ്തിട്ടുണ്ട്, പ്രസവം എടുത്തിട്ടുണ്ട്. എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു ആശുപത്രിയാണ് അവിടെ. അങ്ങനെ ഞാൻ കല്ലറ PhD ഞാൻ 2 വർഷം വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കല്ലറ PhD ഇരുന്ന സമയത്ത് ഞാൻ ഫാമിലിയായിട്ടാണ് താമസിക്കുന്നത്. എൻ്റെ ഒരു മോനുണ്ടായിരുന്നു. മോനെന്ന് 6 മാസമോ കണ്ടയായോ മോനും ഉണ്ടായിരുന്നു. എൻ്റെ ഗ്രാൻഡ് മദർ അവിടെ ഹെൽപ്പ് ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ ഒരു സർവൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പള്ളിക്കൂടം വിടുമ്പോൾ പിള്ളേരെല്ലാം അവർ വീട്ടിൽ വന്ന് കൊച്ചിനെയൊക്കെ കളിപ്പിക്കും, നെല്ലിക്ക് അത് കൊണ്ട് കൊടുക്കും. അങ്ങനെ ഒരു റൂറൽ സെറ്റപ്പിൽ വളരെ മനോഹരമായിട്ട് എനിക്ക് അവിടെ 2 കൊല്ലം പ്രാക്ടീസ് ചെയ്യാൻ അവസരം കിട്ടി. 2-2.5 വർഷം. അത് കഴിഞ്ഞ് ഞാൻ വിചാരിച്ച് ഈ MBBS മാത്രം ഉണ്ടെങ്കിൽ ശരിയാവത്തില്ല, നമുക്ക് ഇച്ചിരി ഒരു ഹയർ എഡ്യൂക്കേഷൻ വേണം എന്ന് വിചാരിച്ച് ഞാനിങ്ങനെ അന്വേഷിച്ചപ്പോഴേ അന്നത്തെ കാലത്ത് ഈ ഹെൽത്ത് സർവീസിന് നമ്മൾ 1 വർഷത്തെ പ്രാക്ടീസ്, 1 വർഷം നമുക്ക് ഹെൽത്ത് സർവീസിൽ ഉണ്ടെങ്കിൽ നമുക്ക് 10% മാർക്ക് കിട്ടും. 10% അല്ല, സോറി, 2% മാർക്ക്. നമുക്ക് MBBSന് കിട്ടിയ മാർക്കിൻ്റെ കൂടെ 2% കൂട്ടും. അപ്പോൾ 5 കൊല്ലത്തെ സർവീസ് ഉണ്ടെങ്കിൽ നമുക്ക് 10% മാർക്ക് കിട്ടും. എക്സാമ്പിൾ, ഇപ്പോൾ എനിക്ക് 60% മാർക്ക് അഗ്രിഗേറ്റ് ആയിട്ട് MBBSനുണ്ടെങ്കിൽ എനിക്ക് 5 കൊല്ലത്തെ സർവീസ് ഉണ്ടെങ്കിൽ എനിക്ക് 10% കൂടെ കൂടും. അപ്പോൾ 60 എന്നുള്ള 70. അപ്പോൾ എനിക്ക് PGക്ക് അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ ഇരുന്ന സമയത്താണ് ഒരാളെൻ്റെ അടുത്ത് പറഞ്ഞത്, ഇതേ മെഡിസിൻ അഡ്മിഷൻ കിട്ടണമെങ്കിൽ മെഡിസിൻ്റെ ഏതെങ്കിലും ഒരു ഡിപ്ലോമ കൂടെ കയ്യിലുണ്ടെങ്കിൽ 10% മാർക്ക് കൂടെ കിട്ടും. ഇപ്പോൾ ഉദാഹരണത്തിന് DTMൻ്റെ എന്നൊരു ഡിഗ്രി ഉണ്ട്, DTCD എന്നുള്ള ഡിഗ്രി ഉണ്ട്. അതുണ്ടെങ്കിൽ 10% മാർക്ക് ഈ മെഡിസിൻ MDക്ക് കിട്ടും. അതുപോലെ ഡിപ്ലോമ ENTയിൽ ഡിപ്ലോമയുള്ള ആളിന് 10% വെയിറ്റേജ് ഉണ്ട് ENT MS-ന്. അതുപോലെ എല്ലാത്തിനുമുണ്ട്. DCH ഉള്ള ഒരാളിന് 10% വെയിറ്റേജ് ഉണ്ട് MD പീഡിയാട്രിക്സ്. അങ്ങനെ ഞാൻ വിചാരിച്ചു അങ്ങനെയാണ് എനിക്ക് മെഡിസിനോട്ടാണ് താല്പര്യം കൂടിയത് അന്നത്തെ കാലത്ത്. കാര്യം നമ്മൾ മെഡിക്കൽ പ്രാക്ടീസാണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ DTMNH. അപ്പോൾ ഇന്ന് എൻ്റെ ഒരു ട്വിൻ ബ്രദർ അയാൾ DNB ചെയ്യാൻ, അതായത് ഡിപ്ലോമാറ്റ് നാഷണൽ ബോർഡ് ചെയ്യുക. അന്ന് DNB ഇറങ്ങി തുടങ്ങിയ കാലം, MNAMS ആണ് അന്നത്തെ പേര്. അന്ന് മെമ്പർഷിപ്പ് ഓഫ് നാഷണൽ ബോർഡ് ഓഫ് സയൻസ്, അങ്ങനെ MNAMS എന്നുള്ള ഡിഗ്രിയാണ് അന്നുള്ളത് മെമ്പർഷിപ്പ്. ആ കാലഘട്ടത്തിൽ നമ്മുടെ MRCPയിലെ FRCPയിലേക്ക് റെക്കഗ്നിഷൻ ഇന്ദിരാഗാന്ധി പ്രൈം മിനിസ്റ്റർ സമയത്ത് എടുത്തു കളഞ്ഞു. MRCPക്ക് FRC അങ്ങനെയുള്ള ഇംഗ്ലീഷ് ഡിപ്ലോമകളെല്ലാം എടുത്തു കളഞ്ഞിട്ട് ഇന്ത്യയിൽ പുതിയതായി തുടങ്ങിയ ഒരു കോഴ്സാണ് MNAMS. അപ്പോൾ എൻ്റെ ബ്രദർ പ്രിവെൻറ്റീവ് മെഡിസിനിൽ MNAMS എഴുതാൻ കൽക്കട്ടയിൽ പോയി. അപ്പോൾ എന്നെയും കൂടെ വിളിച്ച്, അപ്പോൾ ഞാൻ ഒരാഴ്ച ലീവ് എടുത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ കൽക്കട്ടയിൽ ചെന്ന് ഞങ്ങൾ ചിത്തരഞ്ജൻ അവനിയിലുള്ള ഒരു ഹോട്ടലിലാണ് താമസിച്ചത്. അപ്പോൾ അയാൾക്ക് ഈ പരീക്ഷ നടക്കുന്ന ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് കൽക്കട്ടയിൽ വെച്ചാണ്. അപ്പം ഞാൻ നോക്കിയപ്പോൾ അതിൻ്റെ തൊട്ടിപ്പുറത്ത് സ്കൂൾ ഓഫ് ട്രോപ്പിക്കൽ മെഡിസിൻ കൽക്കട്ടയുണ്ട്, ചിത്തരഞ്ജൻ അവനിയിൽ തന്നെ സ്കൂൾ ഓഫ് ട്രോപ്പിക്കൽ മെഡിസിൻ കൽക്കട്ട. അപ്പം ഞാൻ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് 1931 തുടങ്ങിയ സ്ഥാപനമാണ്. അന്ന് ബ്രിട്ടീഷുകാർക്ക് വേണ്ടി തുടങ്ങിയതാണ്.
പിന്നീട് അന്ന് ബ്രിട്ടീഷുകാർ അന്നത്തെ MBBS ഡോക്ടേഴ്സ് എല്ലാം ബ്രിട്ടനിൽ പോയി പഠിച്ചവരാണ്. അവർക്കൊന്നും കേരളത്തിൽ ഇന്ത്യയിലുള്ള മലേറിയ, ഫൈലേറിയ, ഇവിടെ വേം ട്രബിള്, ഹുക്കവും അങ്ങനെയുള്ള സൂക്കേറിനെ പറ്റിയൊന്നും അവർ കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. അവർ പുസ്തകത്തിൽ വായിച്ച അറിവുള്ള. അതുകൊണ്ട് അവർക്ക് ബ്രിട്ടീഷേഴ്സിനെ പറ്റി ഉണ്ടാക്കിയ ഒരു സ്കൂളാണ് സ്കൂൾ ഓഫ് ട്രോപ്പിക്കൽ മെഡിസിൻ. അവിടെ ഇപ്പോഴും DTMNH എന്നുള്ള ഡിഗ്രി ഉണ്ട്, ഡിപ്ലോമ ഇൻ ട്രോപ്പിക്കൽ മെഡിസിൻ ഹൈജീൻ. ഈ ഹൈജീൻ പഠിപ്പിക്കുന്നത് ആൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിലും ട്രോപ്പിക്കൽ മെഡിസിൻ പഠിപ്പിക്കുന്നത് ഈ സ്കൂളിലുമാണ്. ആൾ ഇന്ത്യ ലെവലിലാണ് അഡ്മിഷൻ. അവിടുത്തെ അഡ്മിഷൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ 10ാം ക്ലാസ്സിലെ മാർക്ക് തൊട്ടായിരിക്കുന്നു. 10ാം ക്ലാസ്സിലെ മാർക്കിൻ്റെ പെർസെൻറ്റേജ്, പ്രീ ഡിഗ്രിയിലെ മാർക്കിൻ്റെ പെർസെൻറ്റേജ്, MBBSൻ്റെ പെർസെൻറ്റേജ്, ഇതെല്ലാം കൂടെ ചേർത്താൽ. കാര്യം വേറെ എങ്ങും 10ാം ക്ലാസ്സിലൊക്കെ നമുക്ക് വലിയ മാർക്കുണ്ടല്ലോ, അങ്ങനെ കിട്ടും, അഡ്മിഷൻ കിട്ടുമെന്ന് പറഞ്ഞ് ഞാൻ ഉടൻ തന്നെ ഒരു ആപ്ലിക്കേഷൻ എഴുതി കൊടുത്തിട്ട് പോയിരുന്നു. എൻ്റെ സഹോദരൻ്റെ കൂടെ ഞാൻ ഇനി തിരിച്ചു വരും. ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് യു ആർ സെലക്റ്റഡ് ഫോർ DTMNH കോഴ്സ് ഇൻ കൽക്കട്ട ആൻഡ് യു ഷുഡ് ജോയിൻ, നിങ്ങൾ 2-3 ദിവസത്തിനകം ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ലെറ്റർ വന്നു. അപ്പോൾ അന്നത്തെ കാലത്ത് ഇവിടുന്ന് ട്രെയിനിൽ പോകണമെങ്കിൽ 2-3 ദിവസം എടുക്കും. ഇവിടെ ഞാൻ പിന്നെ പോകാമെന്ന് വിചാരിച്ചു. ഞാൻ നേരെ മദ്രാസ് വരെ ഫ്ലൈറ്റിൽ പോയിട്ട് മദ്രാസിൽ നിന്ന് കൽക്കട്ടയിലോട്ട് ഫ്ലൈറ്റിൽ പോയി എനിക്ക് അഡ്മിഷൻ സംഘടിപ്പിച്ചു. DTMNH 1 വർഷത്തെ കോഴ്സാണ്. ഒരുപാട് സബ്ജക്റ്റ് പഠിക്കാറുണ്ട്. അങ്ങനെ ഞാൻ കല്ലറ PHന്ന് ഞാൻ ലീവ് ഫോർ സ്റ്റഡി പർപ്പസ് എടുത്ത് DTMNH പോയി. അപ്പം ഇനിയുള്ള സംഭവ വികാസം, അപ്പം ഞാൻ PHയിലുള്ള എൻ്റെ വർക്കെല്ലാം എനിക്ക് വലിയ അനുഭവമാണ്. എസ്പെഷ്യലി കല്ലറ PHയിൽ ഞാൻ പൊന്മുടിയിലൊക്കെ പല പ്രാവശ്യം പോയിട്ടുണ്ട്. ഹെൽത്ത് ക്ലാസ് എടുത്തിട്ടുണ്ട്, ഹെൽത്ത് അവയർനെസ് ക്ലാസ് എടുത്തിട്ടുണ്ട്. സ്കൂൾ ഹെൽത്ത് പ്രോഗ്രാം തുടങ്ങിയ സമയമായിരുന്നു. സ്കൂൾ ഹെൽത്ത് പ്രോഗ്രാമിനെ പറ്റിയും അതിൻ്റെ ഡീറ്റെയിൽസിനെ പറ്റി പൊതുജനങ്ങളുടെ ഇടയിൽ ക്ലാസ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഓരോ രോഗങ്ങളെപ്പറ്റി ക്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പ്രസംഗിക്കാനുള്ളൊരു താല്പര്യം അന്ന് തുടങ്ങി. അത് കഴിഞ്ഞ് ഞാൻ DTMNHന് പോയി. DTMNHന് പോയതിന് ശേഷമുള്ള അനുഭവങ്ങളും അവിടുത്തെ കാര്യങ്ങളും ഞാൻ അടുത്ത വീഡിയോയിലിടാം. ഇന്ന് ഞാനിപ്പോൾ 27 മിനിറ്റായി നിർത്താൻ പോവുകയാണ്. മിക്കവാറും ദിവസങ്ങൾ ഞാൻ വീഡിയോ ഇടാൻ ശ്രമിക്കാം. പിന്നീട് ഇത്രയും നേരം ഈ വീഡിയോ കേട്ടോടുന്ന നിങ്ങൾക്ക് നന്ദിയുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.